അപ്പൊ ഗൈസ് ഇന്ന് നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഗിഫ്റ്റ് മൊത്തം ഇങ്ങോട്ട് പൊട്ടിക്കാൻ പോവാ. അറിയാലോ, ശിവാപ്പുന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അപ്പൊ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരും നമ്മളെ ഫാമിലി ആയിട്ടുള്ളവരും നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വന്നപ്പോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതിലിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മള് സ്റ്റാഫാള് തന്ന ഗിഫ്റ്റ് ഒക്കെ ഞാൻ കാണിച്ചു. അത് ഫുള്ള് കിൻഡർ ജോയ് ആയിരുന്നു. ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ അത് കാണാതായി. യെസ്, ഒക്കെ അപ്പൊ തന്നെ നമ്മള് വീഡിയോസിൽ പൊളിച്ച് കാണിച്ചു. നമ്മളെ പോപ്പി അവര് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഒരു കിച്ചൺ സെറ്റ് പോലത്തെ. അത് അപ്പം പിടിച്ച് കൈ പിടിച്ചു. ജീവന് അത് ടോയ് ആയതുകൊണ്ട് അപ്പൊ തന്നെ പൊട്ടിക്കണം എന്ന് വാശി, അതും പൊട്ടിച്ചു. ഇനി അങ്ങോട്ട് പൊട്ടിക്കാത്തത് ഇപ്പൊ പൊട്ടിക്കാൻ പോവാണ്. തുടങ്ങിയല്ലേ? എന്നാ തുടങ്ങി. നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കണം. കാരണം നമ്മളുടെ ചിന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ അതിന് പോയി നോക്കണം. അഡ്മിറ്റ് ആവാൻ കാരണം അവള് പ്രഗ്നന്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയതാണ്. ഇതെന്താ പില്ലോയാ? ഇതാരേന് തന്നീന്? റുബീന് തല. ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ടായോ ജീവന്? ഇഷ്ടായോ പില്ലോ? ടോയ് ആണെന്ന് പറയാം, ഒരു പില്ലോ ആണെന്ന് പറയാം. ജിവാപ്പൻ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഓക്കെ, ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ എന്താ ജിവാപ്പുവിന് വാങ്ങിക്കൊടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാന്. അതെല്ലാവർക്കും ഒരു ആകാംക്ഷയുള്ള കാര്യമാണ്. കുറെ ആൾക്കാർ ചോദിക്കലും ഉണ്ട്. അടുത്തത് ഓ മാഷാല്ലാ, രണ്ട് നല്ല കിടിലൻ സോഫ്റ്റ് ടോയ്സ് ഇട്ടോ. നല്ല കിടിലൻ ടോയ്സ് ആണോ? അല്ല, റുബീനത്താന്റെ വക മാത്രം 3 അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ. റുബീനത്താന്റെ ഫാമിലി ഒക്കെ വന്നിരുന്നു. ഭയങ്കര ഹാപ്പി ആയി ഞങ്ങള്. ഓ, ഇതിങ്ങനെ സ്റ്റിക്കേഴ്സ് ഇടി. അതായത് അവൾക്ക് ബുക്കിലും അല്ലെങ്കിൽ ചുമർമേലൊക്കെ ഒട്ടിക്കാൻ പറ്റും. ഓക്കെ, ഹാപ്പി ഹാപ്പി. ഓക്കെ, എന്നാ അത് കഴിഞ്ഞു. ഇനി മാറ്റി വെച്ചു കേട്ടോ. അൻസിഫിന്റെ അപ്പൊ തന്നെ പൊട്ടിക്കണം. ഓൻ ആ ചെരുപ്പിന്റെ പെട്ടിയിലിട്ടിടുന്ന കണ്ട് എന്തെങ്കിലും ഉടായ്പ കാട്ടി പോവും. ചിലപ്പോ ഓന്റെ പഴയ ചെരുപ്പേ കയറാം, പറയാൻ പറ്റൂല. ഐ തിങ്ക് ഇറ്റ്സ് എ ഡ്രസ് അല്ലേ? അതെ, ഡ്രസ്സാണ്. ഇതെന്താ ന്യൂ ബോണ്ട ഡ്രസ്സാ? മോതൊന്നും അറിഞ്ഞിട്ടില്ലേ? അൻസിഫേ, എനിക്ക് തരാ. ജിവോ, ജിവോന് പുതിയ ഡ്രസ്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഓ മാഷാല്ലാ, ചെറുക്കന്റെ സെലക്ഷൻ അടിപൊളിയാട്ടോ. അൻസിഫ എന്നെ ഞങ്ങള് തെറ്റിദ്ധരിച്ചടാ, സോറിടാ. ഇഷ്ടായോ? ജിവാപ്പ് തന്നെ ഇങ്ങനത്തെ പിൻട്രസ്റ്റ് മോഡൽ ഡ്രസ്സുകളാണ് ഇഷ്ടം. ഓൾ അങ്ങനത്താണ് ഇടാറുള്ളത്. അപ്പൊ താങ്ക് യു അൻസിഫ്. അൻസിഫന്നെ അല്ലേ, എനിക്ക് അൻസിഫിന്റെ ഡൗട്ടാണ്. ആരാണെങ്കിലും ഇനി പൊട്ടിച്ചോ? ഏതോ താത്ത. പപ്പ മമ്മ. ഓ, ഒരു അടിപൊളി ഓർഗൻ. കെങ്കട് അല്ലെങ്കിൽ ഇവിടെ ചെവിക്ക് സമാധാനം ഇല്ലാത്ത സമയത്ത് ആരടാ ഈ ഗിഫ്റ്റ് കൊടുത്ത്? ഓൾക്കൊരു പി ഉള്ള ഷൂസ് എന്തോ വാങ്ങി കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ എന്റെ പി മാത്രം ഊരി കളഞ്ഞു. മ്യൂസിക്. ഓക്കെ ഓക്കെ, പിയാനോ. ഞങ്ങളെ ഗർഭത്തിലൊക്കെ ഇതിന് ഓർഗൻ എന്ന് പറയാം. അവിടെ കിടക്കട്ടെ. ഇത് നമ്മളെ ഷെജീദാണെന്ന് തോന്നുന്നു. ഷെജീദ് ആൻഡ് ടീംസ്. ഓല് ക്ലോത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സാധനം ഒട്ടും മോശമാവില്ല. ഓ, പാർട്ടി വെയർ ആണ് അല്ലേ? അപ്പൊ താങ്ക് യു ഷജീദ്. ആണ് തോന്നുന്നു. ഒരു അടിപൊളി പാർട്ടി വെയർ ഡ്രസ് കേട്ടോ. ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന. ഓ, അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ശിവാപ്പ മമ്മന്റെ ഒപ്പം മോഡലിങ്ങിന് ഇറങ്ങിക്കോ. കട്ടൊക്കെ ഉണ്ട് സാധനം. സൂപ്പർ ഡ്രസ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടമായി. ഇടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കണ്ടാറ് അത്രയും ഭംഗിയുണ്ട് കേട്ടോ. ജീവന് പുതിയ ഉപ്പായി. ഇഷ്ടായോ? ഓക്കെ, അപ്പൊ അടുത്ത ഗിഫ്റ്റ് എല്ലാം വെറൈറ്റി ആണ് കേട്ടോ. സാധാരണ അല്ലേ, അത്യാവശ്യം നല്ല വെറൈറ്റി ഗിഫ്റ്റുകൾ എല്ലാരും കൊണ്ടുവന്നിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയിലാണ്. അടുത്ത ഗിഫ്റ്റ്
ജീവ പൊട്ടിക്ക് നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ഓരോ പൊട്ടിക്കുമ്പോഴും എന്താണെന്നുള്ള ആകാംക്ഷ ഭയങ്കരാണ്. മോളെ അതിപ്പോ ഇങ്ങോട്ട് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, പൊട്ടിക്കാൻ നമുക്ക് ടൈം ഉണ്ട്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് ഗിഫ്റ്റ് വരുന്നത് ഒരു അടിപൊളി ഡോളാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിലേത് ശിവപ്പു രണ്ടു ഒരേ മാതിരി ഉണ്ടല്ലോ. ഇഷ്ടായോ? ആ ഇഷ്ടായി. അതിന്റെ പരിപ്പ് പളകും. അടുത്ത ഗിഫ്റ്റ് ഇത് നമ്മളെ ജുറൈജിന്റെ വക കേട്ടോ. ജുറൈജ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എന്താ പറയാ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അവരായിട്ടും അവരൊക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ വക അവർ ഗോൾഡന്റെ ഒരു ജിമിക്കി കമ്മലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിക്കണേ. പക്ഷെ ഇത് ഇട്ട് കൊടുക്കാൻ അൺഫോർച്ചുനേറ്റ്ലി അപ്പൊ നമ്മൾ ഇതുവരെ കാത് കുത്തിയിട്ടില്ല. കാത് കുത്തിയ പാട് ഇതന്നെ ആയിരിക്കും നമ്മൾ ഇടുക ഇൻഷാല്ലാ. മുമ്പ് നമുക്ക് ഇതേപോലെ വേറൊരു ഗിഫ്റ്റ് കിട്ടിയതുണ്ട് ഇല്ല, ഒരു സ്റ്റെഡായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവന്നതിന്റെ. പിന്നെ ഇത് നമ്മളെ അൻഷി ആൻഡ് സജാദ് ഉമ്മപ്പൊക്കെ കൊണ്ടു തന്നത് കേട്ടോ. ഓക്കെ അതല്ലേ അപ്പൊ അതന്നെ ഈ കൈമലി. ഓക്കെ അതും ഗോൾഡൻ റിങ്. പരിപാടിന്റെ പൈസ തിരിച്ചു കിട്ടിച്ചു. അല്ല 2 ഗോൾഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഏതാ അറിയില്ല. കൊറേ കളർ ഇങ്ങനത്തെ പിങ്ക് കളർ ഉള്ളതുകൊണ്ട് എല്ലാ കൊല്ലവും ഇതേപോലെ ഗോൾഡ് ഉണ്ടാവും നിങ്ങൾ ഗ്യാരണ്ടി തരാണെങ്കിൽ നമുക്ക് എല്ലാ കൊല്ലം പരിപാടി നടത്താവുന്നതാണ്. ഓവർ ആക്ടിങ് ചെയ്യണ്ടൊക്കെ. നെക്സ്റ്റ് അടുത്ത ഡ്രസ്സ്. ഡ്രസ്സ് എല്ലാം കിടിലനാട്ടോ. എനിക്ക് മുതലായി. ഇനി ഒരു കൊല്ലത്തിന് ജിവാപ്പുവിന് ഡ്രസ്സ് എടുക്കണ കാര്യം ഇവിടെ മുണ്ടി പോയത്. അതൊരു മൾട്ടി കളർ ഷെയ്ഡില് അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ആരാടാ തന്ന്? നല്ല രസമുണ്ട്. ചിലപ്പോ ഫർസു ആയിരിക്കും. മോസ്റ്റ്ലി ഡ്രസ്സ് തന്നെ ആവാനാണ് സാധ്യത. ഓക്കെ, പക്ഷെ ഡ്രസ്സ് ഉണ്ടല്ലോ സാധാരണ തട്ടിക്കൂട്ട് സാധനമല്ല കേട്ടോ. ആരും തന്നിട്ടില്ല, ഒക്കെ അടിപൊളി ഡ്രസ്സുകളാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷെജീദ് തന്നിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. അടിപൊളി. ഷെജീദ് ഒറ്റക്കല്ല കേട്ടോ, സവാദ് ഷെജീദ് ഓല എല്ലാരും കൂടെ ഒരുമിച്ച് വന്നീനെ. ഓല ഒരുമിച്ച് പർച്ചേസ് ചെയ്തേക്കാരോ. ക്രെഡിറ്റ് ഫുള്ള് ഷെജീദിന്. ഞാൻ അതിനെ വിളിച്ച് ചീത്താറ്. അടുത്തതായി വരുന്നു പാത്രം. അഗൈൻ ടോയ്. ഒരു അടിപൊളി സോഫ്റ്റ് ടോയ്. എൻ്റെ കയ്യിൽ മിഠായി ഉണ്ട് വേറെ. ഇതില്ല കേട്ടോ, ഇത് ഞാൻ മുക്കി. ഇതില്ല. ഓയ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ടോയ് കേട്ടോ. അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി. ഒക്കെ നല്ല പ്രീമിയം സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ. എല്ലാവരും ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള അടിപൊളി. ഇതൊക്കെ ഞാൻ എവിടെ വെക്കുമോ എന്തോ. ഓളെ സൈക്കോ സ്വഭാവം വെച്ച് നോക്കി രാത്രി അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നൊക്കെ പറയും. ചെക്കന്മാർ ഓൾറെഡി നമുക്ക് കിൻഡർ ജോയിന്റെ ഒരു വലിയ ബൊക്ക പോലെ ഫ്ലോറൽ ബൊക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഇത് വേറെ സാധനം. ഇത് ചെക്കന്മാരാണോ? എനിക്ക് ആ ബൊക്ക ഉണ്ടാക്കിയ ടീം തന്നതാണോ തോന്നുന്നുണ്ട്. ആണോ? ഓരാണ് തന്നിട്ടുള്ളത്. പക്ഷെ അത് ബൊക്ക ഉണ്ടാക്കിയ ടീമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ അവരെ പേരുണ്ടാവും അതില്. നോക്ക്. ഓ അടിപൊളി. പക്ഷെ ഇതേ ഫ്രെയിം നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ഇതുണ്ട്. ഇല്ല. ഹാപ്പി. ഞങ്ങൾ 3 ആളും കൂട്ടിയുള്ള ഒരു ഫോട്ടോ വെച്ച ഫ്രെയിം. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തത് എന്താ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ഒരു ഉപ്പായി വാങ്ങുമല്ലോന്നോ? ഓ പൈസ ഉണ്ടോ കയ്യില്? അത് 5 റുപ്യാണ്. 500 റുപ്യ അല്ല, 5 റുപ്യ. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് അതാ അടുത്ത ഡ്രസ് കേട്ടോ. ഒക്കെ സിവാപ്പുവിന്റെ ടേസ്റ്റിലുള്ള ഡ്രസ്സ് എല്ലാരും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹാപ്പി കേട്ടോ. അതായത് ഓക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി പാറ്റേൺസ്.
ഇനി നെക്സ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ പോണത് നമ്മളെ വെൽക്കം വാഗൻ ആഷിക്കിന്റെ ഡ്രസ്. ഓ അത് കുറച്ച് കാര്യമായിട്ടുണ്ടല്ലോ. അത് കാര്യമായിട്ടുണ്ട്, നോക്കട്ടെ. ആദ്യം ഒരു ടോയ് ഇപ്പൊ കുതിരലി കൂടുതലാണ്, അതുകൊണ്ട് ഒരു കുതിരന്റെ ടോയ്. പിന്നെ ഒരു വാട്ടർ ബോട്ടില് വെള്ളം കുടിക്കാറില്ല, എന്തിനാണ്? പിന്നെ അവൾക്ക് ഒരു എയർബോ. അത് പൊടിച്ച്. ഇനി ഓളെ ഡ്രസ്. ഓൻ ഡ്രസ്സ് മോശമാക്കാൻ പറ്റൂലേ, കാരണം ഓന് ഡ്രസ്സിന്റെ ഷോപ്പാണ്, വെൽക്കം വാഗൻ എന്നുള്ള ഓന്റെ ഷോപ്പാണ്. അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കാരണം ശിവാപ്പുവിന്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയണ ഓനാണ്. ഓൻ അവിടുന്ന് അത്രയും ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ശിവാപ്പുന്. പിന്നെ ഒരു അടിപൊളി കൂളിംഗ് ഗ്ലാസും മുതലായി. ആശിക്കിന് പരിപാടിക്ക് വിളിച്ചിട്ട് മുതലായി. അടുത്ത ബർത്ത്ഡേക്ക് വിളിക്കണം കേട്ടോ ശിവോനെ, മറക്കണ്ട കേട്ടോ. ഇല്ല അപ്പൊ ആശിക്ക് വേണ്ട, ഇത്രയും സാധനം പോയിട്ടാ. സന്തോഷായില്ലേ? ഗിഫ്റ്റ് തന്നില്ലേ, കിട്ടിയില്ലേ? ഇത് അടുത്ത ഗിഫ്റ്റ്. അല്ല നമ്മള് സബിത ഡോക്ടർ വന്നിട്ടില്ലേനു തന്നെ? ഓക്കെ, ഞാൻ പെട്ടെന്ന് വിളിക്കണ്ടേ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാനുള്ളതാ. വീഡിയോ ലെങ്ത് ആവും ചെയ്യും, പെട്ടെന്ന് വേണം. പെട്ടെന്ന് രണ്ട് കയ്യോളൂ കേട്ടോ. പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി മതി. ഞാപ്പിയാ ആരാപ്പി? ഓ വീണ്ടും മാഷാ അല്ലാ, ഒരു കൊല്ലത്തിന് നിന്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണ്ട, അത്രയും ഡ്രസ്സായി. നല്ല രസമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഡെനിമിൽ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉള്ള ഒരു ഐറ്റം കാണുന്നത്. ഇതും വെടിയും അടിപൊളി. ആരാടാ അത് വാങ്ങി തന്നേ? എല്ലാരും പേര് എഴുതിട്ട് കൊടുന്നൂടെ നിങ്ങൾക്ക് ബോക്സിൽ നിന്ന് അത് വായിക്കാനും. അടുത്ത പൊട്ടിക്കലിന് മുട്ടായി. എന്റെ കുട്ടിക്ക് മുട്ടായിയാണ് ഇപ്പൊ ആവശ്യം. ഇല്ല കുക്കറാ, പാത്ര, ടോയ് ആയിരിക്കും. അങ്ങനത്തെ ബോക്സിലാണല്ലോ ഒരാൾക്ക്, അതാണ്. അഗൈൻ ഒരു അടിപൊളി ഡോൾ കേട്ടോ. അത്യാവശ്യം നല്ല ഡോളിന്റെ കളക്ഷൻ ഉണ്ട്, അടിപൊളി. അടുത്തേ ഇനിയിപ്പോ ഒരു 1 2 3 4 ഗിഫ്റ്റും കൂടി പൊട്ടിക്കാനുള്ളൂ. അതുണ്ടല്ലേ, സോറി 5. ഒക്കെ മനസ്സിലായി, ഞാൻ എണ്ണീട്ടില്ലാന്ന്. ഇത് പൊളിച്ചിട്ടോ, ധാരാളം അത് കൊണ്ടുവന്ന അടിപൊളി. നല്ല ഈ കുറ്റി വാങ്ങിയവരോട് ഞാൻ മുണ്ടൂല, അതിന്റെ പൈസയാണ് പോണത്. മൊത്തം മുക്കിക്കാണ്ട് അതിൽ കൊണ്ടുവിടും. ഇതൊക്കെ അതിന്റെ ഇടയിൽ പുറത്തിട്ടാന്നാ. ഓ അടിപൊളി ഡോൾ കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതിന് കീ വരണ്ട് ഗൈസ്. ആ കീന്റെ ഒക്കെ വെക്കാം അല്ലേ? അല്ല സേഫ്റ്റി. പപ്പന്റെതോ? പപ്പന്റെ ഇല്ല. ഓക്കെ, എന്നോട് പറയണം, വലുതാകുമ്പോ ഇന്റെ കുട്ടിയെ നീ നോക്കിക്കോ. ഇപ്പൊ ഈ മമ്മ കുട്ടി ആയിക്കോ, പ്രശ്നമില്ല. അടുത്ത ഡ്രസ്. ഓ നല്ലൊരു പിൻട്രസ്റ്റി സാധനം, നല്ല രസം കേട്ടോ, അടിപൊളി. നല്ല കളർ അല്ലേ, അടിപൊളി ഡ്രസ്സാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു അപ്പൊ കിട്ടിക്കിട്ടുന്ന ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതൽ. ഓള് തലയിൽ വെച്ചിങ്ങനെ നിൽക്കും ഈ നോക്കാൻ വേണ്ടി. ഓ ഇതാ മറ്റേ എറിഞ്ഞു കൊള്ളിക്കുന്ന ടോയ്, ഷോപ്പിൽ കളിക്കാൻ ഒരു ഗെയിമായി. ആണോ? നല്ല രസമുണ്ടടാ. ഓ നല്ല മൂത്താപ്പാനാണ്. ഐ മീൻ ഞാൻ എന്നോടാണ് കേട്ടോ ഉദ്ദേശിച്ചത്. മൂത്താപ്പ അടിപൊളിയാക്കണം കേട്ടോ. അടിപൊളി ടോയ്സ്, അടിപൊളി. അതായത് എല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് ആണോ? എന്താ കാണിക്കണ്ട, ഒഴിവാക്കി. ഷർട്ട്. എന്റെ തള്ള വിചാരിച്ച മാതിരില്ല, സെലക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആണോ? അടിപൊളി കേട്ടോ, സൂപ്പർ. നെക്സ്റ്റ് എനിക്കിതൊന്നും അതൊന്നും അറിയില്ല, എല്ലാരും എന്നോട് ക്ഷമിക്കുക.
അതന്നെ എല്ലാരും പേര് ഓർമ്മയില്ല. അപ്പത്തെ തിരക്കിൽ ആരൊക്കെ എന്തൊക്കെ തന്നെന്നൊക്കെ നോട്ട് ചെയ്യാൻ വിട്ടുപോയി. പക്ഷെ പേടിക്കണ്ട, വന്നവരൊക്കെ ഫോട്ടോ ഗിഫ്റ്റ് വിത്താണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ യാ. അഗൈൻ ഡ്രസ്സ്, അടിപൊളി ഡ്രസ്സ്, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര സെലക്ഷൻ ഉണ്ടായിരുന്നു ഗൈസ്, കാരണം കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഒന്നിനൊന്നിനും മെച്ചം അല്ലേ. ഒരു കുർത്ത സ്റ്റൈല് നമ്മള് തപ്പിയ പോലും ഇങ്ങനത്തെ സാധനം കിട്ടൂല, അത്ര ഭംഗിയുണ്ട്. പിന്നെ ഒരു എയർബോ. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ആ ഇത് ഞാൻ വാങ്ങിയതാണെന്ന് കമന്റ് ചെയ്യണം, കാരണം അത്രയും ഭംഗിയുള്ള ഡ്രസ്സുകളാണ് എല്ലാം, അടിപൊളി. ഇല്ല, അതാ എന്റെ കൈന്റെ അവിടെ ഒരു വലിയ ബോക്സ്. ഷുഗർ ഫിൽസ് കിട്ടിയതാ. ഇത് 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 ഇപ്പാണ് തോന്നുന്നു, മലപ്പുറത്ത് ഇപ്പാണ് തോന്നുന്നു. ആണോ? ആണെന്നാണ് എന്റെ ഒരു ആണ് തോന്നുന്നു. ഇത് ഓർമ്മ ഉണ്ട്. എനിക്കൊന്നും അത് ഡ്രസ് തന്നെ ആവാനാണ് സാധ്യത. ഡ്രസ്സാണ്. യെസ്, അടിപൊളി. ഓ നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് കേട്ടോ. പടവൊക്കെ ഗിഫ്റ്റ് ഇതെന്റെ ഉപ്പാന്റെ വകയാണ് കേട്ടോ. എന്റെ ഉപ്പ വാങ്ങിയതാണോ ജുബിയുടെ ഉമ്മ വാങ്ങിയതാണോ കൂടുതൽ വാങ്ങിയത് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇതല്ലേ വാങ്ങി. അപ്പൊ ഫൈനൽ ബോക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഫുള്ള് കണ്ടിരിക്കാനുള്ള നിങ്ങളെ ക്ഷമ ഞാൻ സമ്മതിച്ചെന്ന്. നല്ല നല്ല രസാട്ടോ, കാരണം എനിക്കൊന്ന് നമ്മൾ ഇതുവരെ ചെയ്ത അൺബോക്സിംഗ് വീഡിയോയിൽ ഏറ്റവും രസമുള്ള വീഡിയോ ഇതായിരിക്കും, കാരണം അത്രയും ഭംഗിയുള്ള ഗിഫ്റ്റ്. ഓരോ ഗിഫ്റ്റും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഗിഫ്റ്റാണ്. ഭയങ്കരമായിരുന്നു അല്ലേ. രണ്ടാമത്തെ പിന്നെ നമ്മൾ വളരെ മിനിമൽ ആയിട്ട് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ട് തന്നെ ഒരു കേക്ക് കട്ടിംഗ് ആണ് ചെയ്തത്. എഗൈൻ ഒരു വലിയ ടോയ് ട്ടോ. ഇതൊക്കെ ഇതിന്റെ പല്ല്, ഇതിന്റെ പല്ലില്ലേ, മൊയലിന്റെ പല്ലും ഇവിടെ പല്ലും ഒരേ മതി. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഷുഗർ ഫിൽസ് കിട്ടി കേട്ടോ. ക്ലിപ്പ് കാര്യങ്ങള് ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഗൈസ്, നമ്മളെ പരിപാടിക്ക് വന്ന എല്ലാവർക്കും താങ്ക് യു. ഞങ്ങൾ കൊടുത്ത സാധനങ്ങൾ ഞങ്ങൾ കൊടുത്ത സാധനം കുറച്ച് സ്പെഷ്യൽ ആണ്. ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങൾ സിവാപ്പുവിന് പ്രാവശ്യം വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഇത് നമ്മളുടെ ലിയോ ആൻഡ് ഇത് നമ്മളുടെ ബഗീര. ബഗീന്നാണ് ബഗീരനായിട്ടാണ് സിവാപ്പ് ഒന്നും കൂടി കമ്പനി. ഈ രണ്ട് പൂച്ചക്കുട്ടികളാണ് ഞങ്ങള് ഗിഫ്റ്റ് ആക്കാണ്ട് ഇപ്രാവശ്യമൊക്കെ വാങ്ങിക്കൊടുത്തത് കേട്ടോ. ശരിക്കും ബർത്ത്ഡേ 2 ദിവസം മുമ്പ് തന്നെ വാങ്ങി കൊടുത്തേക്കണ്, അന്നേരം പിടിച്ച് തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിലും വെച്ചിട്ട്. ഓക്കെ, ഹാപ്പിയാണോ ശിവ? ഹാപ്പി. ജീവന് ഏറ്റവും ഇഷ്ടം പൂച്ചകളും മീനാളൊക്കെയാണ്. ഒരു അക്വേറിയം ഇതേപോലെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, 2 അക്വേറിയം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ജുവാപ്പുവിനോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ വേണ്ടി, അപ്പോൾ ഓള് പറഞ്ഞ സാധനം തന്നെ നമ്മൾ വാങ്ങി കൊടുത്തതാണ്. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന എല്ലാവർക്കും താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. പിന്നെന്താ, ഒന്നുമില്ല. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ഫ്ലൈങ് കിസ് കൊടുത്തോ.